ഹലോ കൂട്ടുകാരെ, നയനം തുടരുകയാണ്. 25-ാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവളുടെ ഇടം കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും ഇക്കിളി പൂണ്ടവൾ നറുചിരിയോടെ തല ചിരിച്ചതും അവൻ വലം കഴുത്തിൽ ചുംബിച്ചു. അവളുടെ ദേഹത്തിൻ്റെയും തലമുടിയുടെയും ഗന്ധം അവനിലെ കാമമുണർത്തി. അർജുൻ അവളെ ഇറുക്കിപ്പുണർന്നു. ആ വലിയ ബെഡിൻ്റെ ഒത്ത നടുക്ക് ഒറ്റ ദേഹമായി ചേർന്ന് കിടന്നു. ഉള്ളിലെ അഭിനിവേശം അടക്കാൻ അവന് കഴിയാതെയായി. സകല നിയന്ത്രണവും കയ്യിന്നു പോയെന്ന് തോന്നിയൊരവസ്ഥ. ആ ചെറുദേഹത്തിൻ്റെ രുചി അറിയാൻ അവളിലേക്ക് പടർന്നു കയറാൻ അവനേറെ ദാഹിച്ചു. അവൻ്റെ മാറി തുടങ്ങുന്ന മുഖഭാവം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. വേണ്ട. ഉയർന്ന ശ്വാസത്തിൽ നിന്ന് ഉയർന്നൊരു ശബ്ദം. വേണമെന്ന് മനസ്സാഗ്രഹിച്ചിട്ടും അവൾക്ക് അങ്ങനെ പറയാനേ തോന്നിയുള്ളൂ. വേണ്ടാതെ പിന്നെ? അവൻ ആ തൂവൽ പോലെ മൃദുലമായ കാതിൽ പതിയെ കടിച്ചു. അവളുടെ ഓരോ ഭാഗങ്ങളും ചുംബനം കൊണ്ടവൻ തൊട്ടുണർത്തി. തന്നിലേക്ക് അമരുന്ന അർജുന് വേണ്ടി അവൾ അനങ്ങാതെ കിടന്നു. തലച്ചോറിൽ മത്തുപിടിച്ച ഉന്മാദലഹരിയിൽ നയന അവൻ്റെ ചുണ്ടുകളെ വിഴുങ്ങിയിരുന്നു. അത്രക്കും ചേലാണ് അവൻ്റെ ചുണ്ടുകൾക്ക്. അറിയാതെ എപ്പോഴോ അവളും നോക്കിക്കണ്ടിട്ടുണ്ട് ആ മനോഹരമായ അധരങ്ങൾ. നയനയുടെ ഈ അപ്രതീക്ഷിത ഇടപെടൽ സകല നിയന്ത്രണവും വിട്ടുപോയവന് കൂടുതൽ ആവേശമായി. ആ ആവേശം അവൻ്റെയും അവളുടെയും വസ്ത്രങ്ങൾ ഊരി മാറ്റാൻ അവനെ ഉത്സാഹത്തിലാക്കി. അവൾക്കൊപ്പം എതിരിടാനുള്ള തിടുക്കം അവളിൽ അലിഞ്ഞു ചേരാനുള്ള ദാഹം കൂട്ടി. ഇത്രയും നാൾ കൊതിയോടെ കാത്തിരുന്നത് നേടുന്ന നിമിഷം, അവളെ അറിയാനുള്ള നിമിഷം, അവനിലെ പുരുഷനെ അവളെ അറിയിക്കാനുള്ള ആവേശം. അവൻ്റെ കീഴ്ചുണ്ടിലെ തേൻ നുകരുന്നവളുടെ നാവ് അർജുൻ നുണഞ്ഞെടുത്തു. അർജുൻ അവളുടെ കീഴ്ചുണ്ട് മുഴുവനായി വായിൽ കടത്തി അതിലെ മധുരം രുചിച്ചറിഞ്ഞു. ചുണ്ടുപൊട്ടി ചോര വന്നിട്ടും ചോരയുടെ രുചി അറിഞ്ഞിട്ടും ഗാഠചുംബനത്തിൽ നിന്നും പിന്മാറാൻ അവൾക്കായില്ല. അവനിലേക്ക് ഇറങ്ങാൻ, അവനെ വീണ്ടും ആവേശത്തിലാക്കാൻ അവൾ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അവനറിയാത്തൊരു നയന, ഇന്നോളം കാണാത്തൊരു കുസൃതിക്കാരി. അവനൊപ്പം എത്തിച്ചേരാൻ മത്സരിക്കും പോലെ അർജുൻ ഒത്ത എതിരാളിയായി പോയി നയന. ആ നനുത്ത രസനയുടെ തണുപ്പ് അവൻ്റെ ദേഹം മുഴുവൻ അവൾ അറിയിച്ചു. അർജുൻ ആകെ ധരിച്ചുപോയി. ദേഹം കോച്ചുന്ന സുഖത്തിൽ അർജുൻ അവളെ പിടിച്ചു കിടത്തി വാശിയോടെ നാഭിച്ചുഴിയിൽ നാക്കുകൊണ്ട് നുരസി. പിടഞ്ഞു വില്ലുപോലെ വളഞ്ഞവളിൽ നിന്നൊരു സിൽക്കാര ശബ്ദമുയർന്നു. അവളുടെ മുകളിൽ കയറി കിടന്നു ദേഹം ചലിപ്പിക്കുമ്പോൾ വേദന കടിച്ചു കിടക്കുന്ന അവളുടെ കഴുത്തിലെ താലിച്ചെയിനും അതിനൊപ്പം ആടിക്കൊണ്ടിരുന്നു. പിന്നെ ആ ദീർഘനേരത്തെ അംഗത്തിന് ശേഷം ആ പൗരുഷത്തിൻ്റെ ശൗര്യം ഒടുങ്ങിയതും തളർന്ന കൊമ്പൻ അവളുടെ നഗ്നമായ മാറിലേക്ക് അടർന്നു വീണിരുന്നു. വിയർത്തൊട്ടിയ ദേഹത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന അർജുൻ്റെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടി വകഞ്ഞു മാറ്റിക്കൊണ്ടവൾ പൊട്ടിയ അധരങ്ങൾ കൊണ്ടവൻ്റെ നെറ്റിയിൽ മുത്തി കവിളോരം ആ മുഖം ചേർത്ത് കിടന്നു മയങ്ങി. ഇരുധ്രുവങ്ങളായി ജീവിച്ചു തുടങ്ങിയ ആ രണ്ട് ഹൃദയങ്ങളുടെയും കൂടിച്ചേരലിന് ഇപ്പുറമുള്ള പ്രഭാതം. നയന പതിയെ കണ്ണുകൾ തുറന്നു. അർജുൻ്റെ നെഞ്ചിലെ ചൂടിൽ തലചായ്ച്ചു കിടപ്പാണ്. തല ഉയർത്തി ഒന്ന് നോക്കുമ്പോൾ ഉറങ്ങുന്ന അർജുനെ കണ്ടു. കൈയൊന്ന് മാറ്റിയതും ദേഹം പൊതിഞ്ഞ പുതപ്പ് താഴേക്ക് പോവുകയും ശരീരം വെളിവാവുകയും ചെയ്തു. വിവസ്ത്രരായി കിടക്കുന്ന ആ രണ്ട് ഉടലുകളുടെ നഗ്നത മറച്ചിരിക്കുന്നത് ഈ ഒരു പുതപ്പിൻ്റെ സഹായത്തോടെയാണെന്ന് തിരിച്ചറിഞ്ഞതും നയന ലജ്ജിച്ചു ആ പുതപ്പ് വേഗം വലിച്ചെടുത്തു തൻ്റെ നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ടു. ഇങ്ങനെയായിരിക്കില്ലേ ഇന്നലെ അവൻ തന്നെ കണ്ടത്. കവിളും അധരങ്ങളും വിറക്കാൻ തുടങ്ങി. അർജുൻ അവളെ കൂടെ കൂട്ടിയ നാൾ തൊട്ട് പേടിയോടെ ഓർത്തിരുന്ന കൂടിച്ചേരൽ എത്ര അനായാസത്തോടെ അത് സംഭവിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കാരണങ്ങൾ കണ്ടെത്തി ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. പിന്നെ എപ്പോഴാണ് തൻ്റെ മനസ്സിന് അതിന് പാകപ്പെട്ടത്? സംശയമില്ലാതെ പറയാം, ഈ താലി കഴുത്തിൽ വീണത് തൊട്ട്. മനസ്സും ശരീരവും തൻ്റെ മുൻപിൽ കിടക്കുന്നവന് സ്വന്തമാക്കാനുള്ളതായി മാറി. നയന ചിമ്മി കിടക്കുന്നവനെ തന്നെ നോക്കി കിടന്നു. ഉറങ്ങുന്നതും ഉറക്കത്തിൽ നിന്നുണരുന്നതും കാണാനൊരു ഭംഗിയാണ്. നയന എപ്പോൾ തൊട്ടാണ്
ആ ഭംഗി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ആസ്വദിക്കാൻ തുടങ്ങിയത്. ഈ കാണുന്ന സൗന്ദര്യമൊക്കെയും അവന് മുമ്പ് ഉണ്ടായിരുന്നില്ലയോ? നയന ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കവിളിൽ തലോടി കൊണ്ട് ഒന്നുകൂടെ അവൻ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇന്നലെ കിടക്കുന്നേരം മുറി അടച്ചിട്ടുണ്ട്, കർട്ടൻ നീക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറിയിലേക്ക് പ്രഭാത കിരണങ്ങൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നുമില്ല. സീത വന്നെന്ന് തോന്നുന്നു. ഇടയ്ക്കെപ്പോഴോ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ട പോലെ. നയനക്ക് ആ ചൂട് പറ്റി കിടക്കാനേ തോന്നിയുള്ളൂ. പക്ഷേ എന്തോ ഓർത്ത പോലെ ചിമ്മിയ മിഴികൾ അവൾ പൊടുന്നിനെ തുറന്നു. അവൻ അറിയാതെ ആ കരകവചം എടുത്തു മാറ്റി പതിയെ എഴുന്നേറ്റു. കൈക്കും തോളിനും നേരിയ വേദനയുണ്ട്. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിന് മുകളിൽ വെച്ച് ഫോൺ അവൾ കൈയെത്തിച്ച് എടുത്തു. കൈ നീട്ടി ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇടുപ്പിനും വേദനയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സമയം 8:15. ഫോൺ സ്ക്രീൻ തുറന്ന് അവൾ സമയം നോക്കി. ഈ അടുത്തൊന്നും ഇത്ര നേരം വരെ രാവിലെ കിടന്നുറങ്ങിയിട്ടില്ല. നയന ചുണ്ടുകൾ കൂട്ടിക്കടിച്ചു. അവിടെയും ഒരു എരിച്ചിലുണ്ട്. ഫോൺ തിരികെ ബെഡിലേക്കിട്ട് ദീർഘമായി നിശ്വസിച്ചു. ഇന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതല്ലേ, കൊണ്ടുപോകാനുള്ളതൊന്നും ഒരുക്കിയിട്ടില്ല. അർജുനേട്ടൻ്റെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യാനുള്ളതല്ലേ. വീട് എന്ന് ഓർക്കും തോറും മനസ്സ് നിറഞ്ഞാടി. വയറ്റിൽ കുളിർമഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. വേദന കടിച്ചു പിടിച്ചാണ് നടപ്പ്. ദേഹം ഉടഞ്ഞു പോയൊരു വേദന. തിരിഞ്ഞു നോക്കുമ്പോൾ പരന്ന വലിയ പുറവും കാണിച്ച് കമിന്നു ഉറങ്ങുന്നുണ്ട് ഒരുത്തൻ. ടോയ്ലറ്റിൽ കയറി മൂത്രമൊഴിക്കാനിരുന്നപ്പോൾ അടുത്ത പണി. ഒഴിച്ചു തീരും വരെ അറിഞ്ഞ ഇരിച്ചിലിൽ 7 ലോകവും നരകവും കണ്ടിറങ്ങി. നയന കണ്ണുകൾ ഇറുക്കി അടച്ചു, ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. പല്ലുതേപ്പ് കഴിഞ്ഞ് ഷവറിൽ നിന്ന് പൊഴിയുന്ന വെള്ളത്തുള്ളികൾക്ക് കീഴെ നിൽക്കുമ്പോൾ കഴുത്തിൽ പല്ലുകൊണ്ട മുറിവിൻ്റെ തീവ്രമായ നീറ്റൽ അവൾ അറിയുന്നുണ്ടായിരുന്നു. വാഷ് ബേസിനരികിലുള്ള ഷെൽഫിൽ നിന്ന് ടവലും അവളുടെ നൈറ്റിയും എടുത്തു. തല നല്ലോണം തോർത്തി നൈറ്റി ധരിച്ചു. ആ ടവൽ കൊണ്ട് മുടി നീളത്തിൽ ചുറ്റിക്കെട്ടി വാഷ്റൂമിൻ്റെ ഡോർ തുറന്നു റൂമിലേക്ക് ഇറങ്ങി. ടവലിൻ്റെ അടിഭാഗം ചുരുട്ടിക്കൊണ്ട് ഇറങ്ങുമ്പോഴേ കണ്ടു കണ്ണുമേയിച്ചു കിടക്കുന്നവനെ. അവൾ അരികിലേക്ക് വരുന്നത് അറിഞ്ഞതും തല ചെരിച്ചു പല്ലിളിച്ചു കാണിച്ചു അർജുൻ. നയന കുറുമ്പ് ഭാവിച്ച് മുഖം തിരിച്ചു കളഞ്ഞു. കണ്ണാടിയിൽ നോക്കി തല തോർത്തുന്നവളെ പിറകിലൂടെ വന്നു വാരിപ്പുണർന്നു അർജുൻ. അവളുടെ തോളിൽ താട വെച്ച് കണ്ണാടിയിലേക്ക് നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖം മങ്ങി. അർജുൻ തോളിൽ നിന്ന് മുഖമുയർത്തി അവളെ തൻ്റെ നേർക്ക് നിർത്തി താടയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചു. പൊട്ടി വീർത്തു നിൽക്കുന്ന അവളുടെ ചുണ്ട് നേരെ കാണാൻ ആ പിടുത്തത്തിൽ തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു. ഈ ചുണ്ട് പൊട്ടിയതെങ്ങനെ? താൻ വീണോ? ആ ചെറുമുറിവിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അർജുൻ ആദിയോടെ ചോദിച്ചു. അതേ, ഇന്നലെ രാത്രി എലി കരണ്ടതാ, ഒരു വലിയ ചുണ്ടനെലി. പറയുന്നതിനൊപ്പം പൊട്ടി വന്ന ചിരി അവൾ ഒതുക്കി പിടിച്ചു അർജുൻ്റെ മൂക്ക് തിരുമ്മി. അതോടെ അവനും കാര്യം പിടികിട്ടി. അത് പിന്നെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചാൽ എൻ്റെ പിടി അങ്ങ് വിട്ടുപോകില്ലേ? മനസ്സിൽ തെളിഞ്ഞ ഓർമ്മകളിൽ അവൻ്റെ മിഴികൾ തെളിഞ്ഞു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചു ബെഡിൽ കിടന്നു. ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ വേദനയുള്ളൂ, നിങ്ങൾ പുരുഷന്മാർക്ക് വേദനയൊന്നുമില്ലേ? അവൾ അവൻ്റെ തോളിൽ മുഖം വെച്ച് മൂക്കുരസിയും ചോദിച്ചു. ഇല്ല, നോ വേദന. അവൻ അവളുടെ നെറുകയിൽ കൈവച്ചു. ഹൗ! അവളൊന്ന് നെടുവീർപ്പിട്ടു. എന്താ, തനിക്ക് വേദനിച്ചോ? അർജുൻ അവളുടെ നെറുകയിൽ വെച്ച കൈയെടുത്ത് കവിളിൽ തലോടി. അവനോടാണ് ചോദിക്കുന്നതും പറയുന്നതും എന്ന ബോധ്യം വന്നതും അവൾക്ക് ജാള്യത തോന്നി. ഇനി വേദനിക്കില്ല. ഇനി അഥവാ വേദനിച്ചാൽ തന്നെ ആദ്യത്തെ അത്രയും വേദനിക്കില്ല. പക്ഷേ ഈ വേദന വെച്ചുകൊണ്ടിരുന്നാലേ പഴുക്കും. പാവത്താനെ പോലെ മുഖം കാണിച്ച് അവൻ പറയുന്നത് കേട്ട് നയനയുടെ കണ്ണ് കുമിഞ്ഞു പോയി. പഴുക്കേ? ആടോ, പക്ഷെ പരിഹാരമുണ്ട്. എന്താ? അവൾക്ക് ആശ്വാസമായി, അതിലേറെ ആകാംക്ഷയും. ഇന്നലെ നടന്നതുപോലെ ഡെയിലി അങ്ങോട്ട് നടന്നാൽ മതി. അർജുൻ നയനയുടെ മുഖം ഇരുകരങ്ങൾ കൊണ്ട് ഉയർത്തി ആ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ നോക്കി. അവൻ്റെ മുഖത്ത് ഇപ്പോഴും കപട ദുഃഖം തളം കെട്ടി നിൽപ്പാണ്. നേരാണോ? നിഷ്കളങ്കയായ ആ പെൺകുട്ടി അവൻ്റെ മറുപടിക്കായി കാതോർത്ത്. നേരാന്നേ. അവൻ പറയുന്നത് കേട്ട് അവൾ തലപുകഞ്ഞ് ചിന്തിക്കുന്നത് കണ്ട് അർജുനും ചിരി വന്നു. എന്താടോ, എൻ്റെ നയനക്കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് ആര് പറഞ്ഞു? ഞാനോ? നയന അവളുടെ നനഞ്ഞ മുടി അവൻ്റെ മുഖത്തേക്ക് വീശി. അവളുടെ നനഞ്ഞ മുടിയിലൂടെ വെള്ളത്തുള്ളികൾ അവൻ്റെ കവിളിലേക്ക് ഊർന്നിറങ്ങി.
ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ നെറ്റി തൊട്ട് കഴുത്ത് വരെ അളന്നെടുത്തു. അർജുൻ്റെ ചുണ്ടിലൊരു മന്ദസ്മിതം തഞ്ചിക്കളിച്ചു. അടുത്ത നിമിഷം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളുടെ തണുത്ത ദേഹം അവനെ കൂടുതൽ ഉന്മാദത്തിലാക്കി. ഇടുപ്പിൽ ഒഴുകിയ കൈകൾ പതിയെ മുകളിലേക്ക് അരിച്ചെത്തി. ഹാ! അവൻ ആ ഉയർന്ന ഭാഗങ്ങളെ നിരിച്ചമർത്തിയപ്പോൾ അറിയാതൊരു ശബ്ദം അവളിൽ നിന്നും ഉയർന്നു. പുറത്തെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർ അവരുടെ ലോകത്തേക്ക് ചേക്കേറി. നയന പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഇനിയും ഞാൻ കുളിക്കണ്ടേ? എപ്പോഴോ കേട്ട മെസ്സേജ് ടോൺ ഫോണിൽ വന്ന മെസ്സേജ് നോക്കുന്ന അർജുനോടായി അവൾ ചോദിച്ചു. നീ കുളിക്കണ്ട, ഞാൻ കുളിപ്പിക്കാം. മലർന്നു കിടന്ന് ഉയർത്തിപ്പിടിച്ച ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ അർജുൻ പറഞ്ഞു. അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. നയന ബെഡിലും നിലത്തേക്കുമായി കിടക്കുന്ന പുതപ്പ് വലിച്ചെടുത്ത് നെഞ്ചോരം വെച്ച് ചുറ്റി. അർജുൻ എപ്പോഴോ ഊരിയെറിഞ്ഞ് അവളുടെയും അവൻ്റെയും വസ്ത്രങ്ങൾ എടുത്തു വാഷ്റൂമിൽ കൊണ്ടുവച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുത്തൻ പിറന്നപാടെ നിൽപ്പുണ്ട്. ആ കണ്ണുകളിൽ വീണ്ടും ഒരു അംഗത്തിനുള്ള ഒരുക്കമുണ്ട്. അങ്ങനെ വെള്ളി വെളിച്ചത്തിൽ അവനെ കണ്ടതും നയന ഒന്ന് ഞെട്ടി. നെഞ്ചിരിപ്പേറി ദേഹം കുളിർത്തു. അവളുടെ മാറിടം മറച്ച ആ പുതപ്പ് തന്നെ അവൻ ആദ്യം പിടിച്ചു. ഒരു രക്ഷയ്ക്കായി അവൾ നെഞ്ചിൽ കൈയമർത്തി. പുതപ്പ് ദേഹത്ത് നിന്ന് ഊർന്നു പോകുന്നുവെന്ന് മനസ്സിലായതും ഉറക്കെ ചിരിച്ചുകൊണ്ട് അർജുനെ തള്ളി മാറ്റി അവൾ വാഷ്റൂമിലേക്ക് ഓടി. കൂടെ എന്തിനും തയ്യാറെടുത്ത് അവനും. അർജുൻ അവളുടെ വലതു കൈ തണ്ടയിൽ പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. നിലത്തേക്ക് വീണുപോയ ആ പുതപ്പിൽ 2 പേരും ചവിട്ടി നിന്നു. അവളുടെ കൈക്കുഴിയിൽ കൈകടത്തി അവളെ ഒന്ന് ഉയർത്തിയിരുന്നു അർജുൻ. അവളുടെ അധരങ്ങൾ നുണഞ്ഞെടുക്കും നേരം അവൻ ആ ഷവർ തുറന്നു. ആ വെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് അവളിൽ അവൻ അലിഞ്ഞു ചേർന്നു. പരാക്രമണമെല്ലാം അവസാനിച്ചു കുളിച്ചു ഇറങ്ങിയപ്പോഴേക്കും സമയം 11 മണി കഴിഞ്ഞിരുന്നു. അല്പം ജാള്യതയാണെങ്കിലും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നയന ഒരു പുലിയാണെന്ന് ഓർക്കെ അർജുൻ്റെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് നിർവചിക്കാൻ കഴിയാത്ത സുഖാനുഭൂതിയുടെ മൂർധന്യാവസ്ഥയിൽ അവൾ കാഴ്ചവെക്കുന്നൊരു പ്രകടനമുണ്ട്. തൻ്റെ കിടപ്പറയിൽ ഏത് പുരുഷനും സ്വപ്നം കാണുന്ന ഒരു പെണ്ണ്, അവൻ്റെ സ്വകാര്യ ലോകത്ത് മോഹങ്ങൾക്ക് രൂപം നൽകുന്നവൾ. വസ്ത്രങ്ങൾ വാർഡ്രോബ് തുറന്ന് എടുക്കുന്ന നയനയെ നോക്കി ഒരു ബർമുട മാത്രം ധരിച്ചു നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മത്സ്യക്കന്യകൻ. എങ്ങനെ ഉണ്ടെൻ്റെ മരുന്ന്? ചോദിച്ചതും എഴുന്നേറ്റിരുന്നവൻ. എന്തു മരുന്ന്? നയനക്ക് ആ ചോദ്യം പിടികിട്ടിയില്ല. വേദന മാറാനുള്ള. അവന് പറഞ്ഞു തീരാൻ അനുവദിക്കാതെ നയന കയ്യിലെടുത്ത വസ്ത്രങ്ങൾ അവൻ്റെ മേലേക്കെറിഞ്ഞു. ഔച്ച്! പില്ലോ എടുത്ത് അവനും തിരിച്ചെറിഞ്ഞു. വസ്ത്രം മാറിക്കൊണ്ട് പോകാനുള്ള വസ്ത്രങ്ങൾ 2 ട്രോളികളിലായി ഒരുക്കി വെച്ച് അതും തള്ളി നയന പുറത്തേക്ക് വന്നു. ടേബിൾ തുടച്ചുകൊണ്ടിരുന്ന സീത അവളെ കണ്ടതും സംശയത്തോടെ നോക്കി. നിങ്ങളിതെങ്ങോട്ടാ? നയനയുടെ ഇരുവശത്തായി വെച്ച ട്രോളികളിലേക്കാണ് നോട്ടം. എഴുന്നേറ്റ് വരാൻ വൈകിയപ്പോൾ ഞാൻ ഓർത്തു അസുഖം വല്ലതുമാണോന്ന്. ആദ്യോടെ അവർ നയനയുടെ കവിൾ തൊട്ടു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആ ക്ഷീണം എന്തുകൊണ്ടാണെന്ന് ഒരു സ്ത്രീക്കാരും പറഞ്ഞു കൊടുക്കേണ്ടല്ലോ. പക്ഷേ ചുണ്ടു പൊട്ടിയ മുറിവ് ലിപ്സ്റ്റിക്ക് തേച്ച് ഒളിപ്പിച്ചതുകൊണ്ട് അതവർ കണ്ടില്ല. ഞങ്ങൾ നയനയുടെ നാട്ടിൽ പോവാണ് ചേച്ചി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇറങ്ങും. തിരിച്ചു വന്നിട്ട് അറിയിക്കാം. അന്നേരം വന്നാൽ മതി. ഫുൾ സ്ലീവിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് അർജുൻ റൂമിൽ നിന്നും വന്നു. തുടരും. അപ്പോൾ സംഗമം കഴിഞ്ഞു. നയനയും അർജുനും എല്ലാ അർത്ഥത്തിലും ഒന്നായി. ഇനി പുതിയ കാഴ്ചകളാണ്. അവരിനി നയനയുടെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ ഇനി എന്തൊക്കെയോ അവരെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെയും അത് കാത്തിരിക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. പുതിയ പാർട്ടുമായിട്ട് ഉടനെ വരാം കേട്ടോ. താങ്ക് യു.